അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്, ഇന്ന അഫ്ളല മാ അകല അർ-റജുലു മിൻ കസ്ബിഹി വഇന്ന വലദഹു മിൻ കസ്ബിഹി ഫകുലൂ മിൻ കസ്ബി ഔലാദികും. മക്കൾ നമ്മുടെ അധ്വാനമാണെന്നാണ് വിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാട്. ഇന്ന അഫ്ളല മാ അകല അർ-റജുലു മിൻ കസ്ബിഹി, ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നതും ഭക്ഷിക്കുന്നതിലും വെച്ച് ഏറ്റവും നല്ലത് അവനവന്റെ കൈകൊണ്ട് അധ്വാനിച്ചതാണ്. ഒരാളുടെ ഓഷാരം പറ്റാതെ, ഒരാളുടെ ഔദാര്യം പറ്റാതെ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്നത് ഒരു മനുഷ്യന്റെ സമ്പാദ്യങ്ങളിൽ ഏറ്റവും നല്ലതാണ്. എങ്കിൽ വഇന്ന വലദഹു മിൻ കസ്ബിഹി, ഒരു മനുഷ്യന്റെ മകൻ, അവരുടെ മക്കൾ അവന്റെ അധ്വാനം തന്നെയാണ്. ഫകുലൂ മിൻ കസ്ബി ഔലാദികും, നിങ്ങളുടെ മക്കൾ സമ്പാദിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കുന്നതിന് വിരോധമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ്. മരണശേഷം മക്കൾ ഉപകാരപ്പെടുന്നവരാകണം. ആ മക്കള് ഒരു പിതാവിന്റെ അധ്വാനം തന്നെ, ആ മക്കള് ചെയ്യുന്ന നന്മ പിതാവിന്റെ ഉമ്മയുടെ ഖബറിലേക്ക് അല്ലാഹു നൽകിക്കൊണ്ടിരിക്കും. അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുക, സജ്ജനങ്ങളായ മക്കളെ, സ്വാലിഹീങ്ങളായ മക്കൾ അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് ദുആ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സദസ്സുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ പുണ്യമാണ്. എല്ലാ മുസ്ലിമീങ്ങളായ മുഴുവൻ ആളുകളും, ഏതൊക്കെ പാർട്ടികളാകട്ടെ, അവർക്കൊക്കെ പറ്റുന്നതായി പറയാൻ പോകുന്നത്. ഇതേതെങ്കിലും ഒരു വിഭാഗം സുന്നികൾ മാത്രം ചെയ്യുക, ബാക്കിയുള്ളവരാ വഴിക്കേ വരുന്നില്ല, അങ്ങനെ ആവരുത്. മുസ്ലിമാണോ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ നമ്മളത് ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ സുന്നിയായി പോവോ അതിന്റെ പേരിൽ എന്ന് പേടിക്കുന്ന ചില ആളുകൾ, പേടിക്കണ്ട. അള്ളാഹുവിന്റെ ദീനിൽ തെളിവും പ്രമാണവുമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, അതിനാ ഖുർആൻ പറഞ്ഞു, വസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയില്ലെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിക്കണം. ഖുർആനിലുണ്ടോ നോക്കിക്കോ എന്നല്ല പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ള പണ്ഡിതർ, അവരെ നിങ്ങൾ അംഗീകരിക്കണം. ലോകം അംഗീകരിച്ച പ്രഗത്ഭരായ പണ്ഡിതന്മാർ എന്ന് ഞാൻ ഉദ്ധരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം തെളിവുകളും നമ്മുടെ നാടുകളിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ പാടില്ലാത്തതാണ് എന്ന് നാഴികക്ക് 400 തവണ വിളിച്ചു പറയുന്ന ആളുകളൊക്കെ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യ, ഷെയ്ഖ് ഇബ്നു തൈമിയ്യയും അവരുടെ കാഴ്ചപ്പാടുകളും അടക്കം പുറമെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കാഴ്ചപ്പാടുകളും വെച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുതഅല്ലിമീങ്ങളായ ആളുകൾ ഈ വിഷയം ആധികാരികമായി പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് അവർക്ക് ആ വഴിയിലേക്ക് ഒന്ന് വഴി തുറക്കാൻ ഇത് ഉപകരിക്കുമെങ്കിൽ അല്ലാഹു നൽകുന്ന വലിയൊരു ഫضലായിരിക്കും. അത് അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളെ കുറിച്ച് പറയാം. വല്ലദീന ജാഊ മിൻ ബഅദിഹിം, മുഹാജിറുകളെ കുറിച്ചും അൻസ്വാരികളെ കുറിച്ചും അല്ലാഹു വിവരിച്ചതിന് ശേഷം വല്ലദീന ജാഊ മിൻ ബഅദിഹിം, പിൻഗാമികളായി വരുന്നവർ, യഖൂലൂൻ, അവരിങ്ങനെ പറയുന്നവരാണ്. ഇങ്ങനെ പറയേണ്ടത്, റബ്ബന ഗ്ഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണമേ, വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് മുമ്പേ സത്യവിശ്വാസത്തിലായി കടന്നുപോയ സജ്ജനങ്ങളായ സത്യവിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണമേ. മുൻഗാമികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് പിൻഗാമികൾ. എന്നിട്ട് പറഞ്ഞു, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അവരിങ്ങനെ പറയണം, അല്ലാഹുവേ ഒരു സത്യവിശ്വാസിയോടും ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒരു വെറുപ്പോ ഏതെങ്കിലും വൈരാഗ്യമോ അസൂയയോ വരാതെ ഞങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധിയാക്കി തരയണമേ എന്നും ഞങ്ങളുടെ മുൻഗാമികൾക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിൻഗാമികളും നല്ലവരാണ്. പിൻഗാമികൾ ചെയ്യേണ്ട ആദ്യത്തെ നന്മ അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കലാണ്.
അത് എല്ലാവരും അംഗീകരിക്കുന്ന വിഷയമാണ്. പക്ഷേ അത് ചെയ്യുന്ന ആളുകൾ കുറവാണ്. അങ്ങനെ ആവരുത്. നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക. ഇത് സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. മഹാനായ അൽ ഇമാമുൽ ബാഖർ മുഹമ്മദ് ഇബ്നു അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു ഫാത്തിമ ബിൻത് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഇമാം ബാഖർ എന്നവരുടെ അരികത്തെ മുൻഗാമികളായ ആളുകളെ ചീത്ത പറയുന്ന ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നപ്പോ മഹാനായ മുഹമ്മദുൽ ബാഖർ എന്നവർ ചോദിച്ചു, അല്ല കൂട്ടരെ, വിശുദ്ധ ഖുർആൻ ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു, ആയത്തോതി കൊടുത്തു, നിങ്ങൾ ഇതിൽപ്പെട്ടവരാണോ? അവർ പറഞ്ഞല്ല. വേറൊരായത്തോതി കൊടുത്തു, നിങ്ങൾ ഇതിൽപ്പെട്ടവരാണോ? അതുമല്ല. പിന്നെ മഹാന്മാർ ഇത് രണ്ടുമല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഞാനിപ്പോ ഓതിയ ആയത്ത് ഇതിൽപ്പെട്ടവരുമല്ലല്ലോ എന്ന് പറഞ്ഞു. മുഹമ്മദ് ബാഖർ എന്നിവർ ചോദിച്ചു. ആ വന്ന ആളുകൾ സ്വഹാബികളെ താബിഈങ്ങളെ കുറ്റം പറയാൻ, അവര് മോശക്കാരാണെന്ന് പറയാൻ. മഹാനവറുകൾ ചോദിച്ചു, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്ർ അല്ലാഹു 8-ാമത്തെ ആയത്തിൽ പറയുന്ന ഒരു വിഭാഗമുണ്ട്, നിങ്ങൾ ഇതിൽപ്പെട്ടവരാണോ? അത് മുഹാജിറുകളെ കുറിച്ചാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون. സ്വന്തം ഭവനങ്ങളിൽ നിന്നും സമ്പത്തിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട പാവങ്ങളായ മുഹാജിറുകൾ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന, അവർ അല്ലാഹുവിന്റെ പുണ്യവും അല്ലാഹുവിൽ നിന്ന് പ്രതിഫലവും ആഗ്രഹിക്കുന്നവരാണ്. വയൻസുറൂനല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സഹായിക്കുന്നവരാണ്. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവർ സത്യസന്ധരാണ്. മുൻഗാമികളെ ചീത്ത പറയുന്ന നിങ്ങൾ ഇതിൽപ്പെട്ടവരാണോ? നിങ്ങൾ മുഹാജിറുകളാണോ? മുഹാജിറുകളെ സ്വഹാബികളല്ലേ ആവൂ പറയുന്ന സ്വഹാബികളല്ലല്ലോ. അവർ അല്ലല്ല, ഞങ്ങൾ മുഹാജിറുകളല്ല. മുഹമ്മദ് അൽ ബാഖർ എന്നവർ ചോദിച്ചു, അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനാണ്, വലിയ ആലിമാൻ. മഹാൻ ചോദിച്ചു, ഞാൻ ഒരു ആയത്തും കൂടെ ഓതട്ടെ, നിങ്ങൾ അതിൽപ്പെട്ടതാണോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. പരിശുദ്ധമായ മദീനയിലേക്ക് മുഹാജിറുകൾ കടന്നു വരുന്നതിന്റെ മുമ്പേ മദീന നഗരം മുഹാജിറുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചവർ, ഈമാനും വീടും ഒരുക്കി വെച്ചവരെ, ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളതല്ല, ആവശ്യമുള്ള സാധനം പോലും മുഹാജിറായ കൂട്ടുകാർക്ക് വേണ്ടി പകുത്തുകൊടുത്ത അൻസാരികൾ അവരെ വിജയിച്ചവരാണ്, അവര് സജ്ജനങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്ത് മഹാനായ മുഹമ്മദ് അൽ ബാഖർ ചോദിച്ചു, അല്ല കൂട്ടരെ, നിങ്ങൾ ഈ കൂട്ടത്തിൽപ്പെട്ട അൻസാരികളാണോ? ഇല്ല, ഞങ്ങൾ അൻസാരികളൊന്നുമല്ല. അന്നേരം മഹാൻ പറഞ്ഞു, എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അമാ വല്ലാഹി ഇന്നി ഉഷ്ഹിദു അന്നകും ലസ്തും മിൻ അഹ്ലി ഹാദിഹിൽ ആയ. എന്നാൽ അല്ലാഹു പിൻഗാമികളിലെ സജ്ജനങ്ങളെ കുറിച്ച് പറഞ്ഞത് അവർ മുൻഗാമികളെ ചീത്ത പറയേണ്ടവരല്ല, അവർ മുൻഗാമികൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കേണ്ടവരാണ്. നിങ്ങൾ അതല്ലല്ലോ ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ആയത്തിൽ പെടുന്നവരുമല്ല. എന്താണ് ആയത്ത്? വല്ലദീന ജാഊ മിൻ ബഅദിഹിം يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.
പിൻഗാമികളിൽ നല്ലവരെ മുൻഗാമികൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നവരാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുന്നവരാണ്. നിങ്ങൾ അതല്ലല്ലോ ചെയ്തത്. സജ്ജനങ്ങളുടെ ഒരു പ്രത്യേകത തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നവരാണെന്ന്. മുഅ്മിനീങ്ങൾ അങ്ങനെ എപ്പോഴും അല്ലാഹുവേ ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവർ അവർക്ക് പുറത്തു കൊടുക്കണേ, അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ, അവരുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കണേ. ഇത് ദുആ ചെയ്യുന്ന ഒരു ശീലം പിൻഗാമികളായി നമ്മൾക്കൊക്കെ വേണം നമ്മുടെ മുൻഗാമികളോട്. അവരാണ് പിൻഗാമികളിലെ സജ്ജനങ്ങൾ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഒരു മയ്യിത്തിനെ നമ്മൾ നിസ്കരിക്കുമ്പോൾ മയ്യിത്ത് നിസ്കരിക്കുന്ന നിസ്കാരം അത് മയ്യിത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ ഈ മരിച്ചു കിടക്കുന്ന ആൾക്ക് നീ പുറത്തു കൊടുക്കണമേ, കരുണ ചെയ്യണമേ. വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു, നിന്റെ അതിഥിയായി വന്നിരിക്കുകയാണ് അല്ലാഹുവേ, ആദരിക്കണേ. വവസ്അ മുദ്ഖലഹു, അവര് വന്നു കിടക്കുന്ന ഖബറിടം വിശാലമാക്കി കൊടുക്കണേ. ഇതല്ലേ മയ്യിത്ത് നിസ്കാരത്തിൽ പറയുന്നത്. സത്യവിശ്വാസികൾ മുഴുവൻ മരിച്ചു കിടക്കുന്ന ആൾക്ക് വേണ്ടി ചെയ്യുന്ന റെക്കമെൻഡേഷനാണ് നമ്മൾ സ്വലാത്തുൽ ജനാസയിൽ ചെയ്യുന്ന പ്രാർത്ഥന. ആ നിസ്കാരം പോലും അത് തന്നെയാണ്. അല്ലാഹു നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കണമെന്ന് പറഞ്ഞവരാ നമ്മളോട്. നമ്മൾ സഹായിക്കണം. ആ സഹായം മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് അവസാനിച്ചു, പിന്നെ വഴിക്കില്ല. മരിച്ചുപോയ ആളുകൾ അവരുടെ അമലുമായി കഴിയട്ടെ, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നവർ. ഒരു മയ്യിത്ത് വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ആരെങ്കിലും മുസ്ഹഫ് എടുത്ത് ഖുർആൻ ഓതുകയാണെങ്കിൽ എന്റെ വീട്ടിൽ ഇതാരും ചെയ്യരുത് എന്ന് പറയത്തക്ക ധൈര്യം, അത്രത്തോളം വരുന്ന അജ്ഞതയും വിഡ്ഢിത്തവും ഇന്ന് നമ്മുടെ വീടുകളിൽ കയറിക്കൂടിയിട്ടുണ്ട് എന്ന സങ്കടം മറക്കാൻ കഴിയില്ല. അവിടെ ഇരിക്കുന്ന ആളുകൾ നിങ്ങൾ ഓതട്ടെ ഓതാതിരിക്കട്ടെ, ഇത് നിർബന്ധമാണെന്നല്ല പറയുന്നത്. സുന്നത്തായ പുണ്യമായ വിഷയം വേണമെങ്കിൽ ചെയ്താൽ മതി. നിനക്ക് വേണ്ടേ? ചെയ്യുന്നവർ ചെയ്യട്ടെ, അവരെ നീ ചെയ്യാൻ അനുവദിക്കേ. അതുപോലും ചെയ്യാതെ എന്റെ ഉമ്മാക്ക് നിങ്ങളാരും ഖുർആൻ ഓതൽ, ഒരു ഉസ്താദ് ഒന്ന് ദുആയിരുന്നെന്ന് വിചാരിക്കുക. അപ്പം പറയേ ഞാൻ ഈ പാർട്ടിപ്പെട്ട ആളല്ല, എന്റെ ഉമ്മാക്ക് നിങ്ങളാരും ദുആരക്കണ്ട, ഇവിടെ മയ്യിത്തെടുക്കുമ്പോൾ ദുആരക്കേ, അത് വേണ്ട, ഖുർആനോ അതും വേണ്ട. ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനിന്റെ ഇബാദത്തിൽപ്പെട്ട വിഷയങ്ങൾ പോലും സാധാരണക്കാരായ മനുഷ്യന്മാർ അവരായി പറയുന്നത്. ഇവരൊക്കെ കണ്ണും ചിമ്മി ചില ആളുകളെ വിശ്വസിച്ചതിന്റെ പേരിൽ പിഴപ്പിക്കപ്പെട്ടു പോയവരാണ്. അല്ലാഹു തആല ഹിദായത്തിന്റെ വഴി തുറന്നു കൊടുക്കട്ടെ എന്ന് ദുആയിരക്കല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? മരിച്ച മയ്യത്തിന് വേണ്ടി ദുആരക്കാൻ വിടൂല. തൽഖീൻ ചെയ്യുമ്പോഴേക്കും ബിദ്അത്ത്, തസ്ബീത്ത് പറ്റും. തസ്ബീത്തിന്റെ അർത്ഥം എന്താ? തസ്ബീത്തിന്റെ മാനയിലാണ് തൽഖീനിനെ മഹാന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത്. തൽഖീൻ ബിദ്അത്താന്ന് പറയും, ആ ഹദീസ് ദഈഫാന്ന് പറയും. എത്ര ഹദീസ് നിനക്കറിയാം തൽഖീനിനെ കുറിച്ച്? മഹാനായ അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങളെക്കാളും വലിയ ആളാണോ ഈ പറയുന്ന നിങ്ങൾ? മഹാനായ അല്ലാമ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം നബവി തങ്ങളെക്കാളും വലിയവരാണോ ഈ പറയുന്ന സാധാരണക്കാർ, ബിദ്അത്താണെന്ന് പറയുന്നവർ? ദീനിൽ പുണ്യമായ വിഷയങ്ങളെ നിങ്ങൾ ബിദ്അത്ത് എന്ന് പറയരുത്. ബിദ്അത്തുകളുണ്ട് നാടുകളിൽ, തിന്മകളുണ്ട്. തിന്മകൾ തന്നെ ആര് ചെയ്താലും അതിനെ സംബന്ധിച്ചല്ല പറയുന്നത്. നന്മകളെ തിന്മകളാണെന്ന് പറയരുത്. ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളെ നഷ്ടപ്പെടുത്തിയാൽ അതിൽ ഉത്തരവാദി നിങ്ങളാണ്. എത്രയോ ആയിരക്കണക്കിന് ഉമ്മമാർ ഉപ്പമാർ അവരുടെ മക്കൾ ബിദ്അത്ത് ആശയങ്ങളിലേക്ക് പോയതിൽ പിന്നെ ആ ഉമ്മാക്കും അപ്പാക്കും കിട്ടേണ്ട എത്രയോ നന്മകൾ ആ മരിച്ച മയ്യത്തിന്റെ വീടുകളിൽ കൂട്ടമായി നടത്തുന്ന തഹ്ലീല്, ദുആകള്, ഖത്മുൽ ഖുർആൻ, എന്റെ ഉമ്മാക്കും അപ്പാക്കും വേണ്ടെന്ന് ക്ഷണിച്ച മക്കളെ നിങ്ങൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നത് അല്ലാഹുവിന്റെ നുസുൽ നിങ്ങളുടെ ഖബറിടങ്ങളിലേക്ക് വന്നു ചേരുമ്പോ ഇതിനൊക്കെ പകരമുള്ള നഷ്ടങ്ങൾ നിങ്ങൾ പേറേണ്ടി വരും. അതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് നന്മകൾ മുടക്കി കാണുന്നത് മുഴുവൻ തിന്മയാണെന്ന് പറഞ്ഞ് എല്ലാ നന്മകളും തിന്മയാണെന്ന് പറയാം. തിന്മകളെ തിന്മയായും നന്മയെ നന്മയായും മനസ്സിലാക്കേണ്ടതിനു പകരം ആരൊക്കെയോ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് അടിച്ചുവിടുന്ന പുസ്തകങ്ങൾ അങ്ങ് വായിച്ച് കേരളീയ മുസ്ലിമീങ്ങൾ, ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന കേരളത്തിലും ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങളുടെ ഇബാദത്തുകൾ തെറ്റാണെന്ന് പറഞ്ഞ് മിനിമം ഒരു വസ്വാസെങ്കിലും ഉണ്ടാക്കാൻ ഇവരെ കൊണ്ടാകുന്നത് വലിയ പൈശാചികമായ ഉപദ്രവമാണ്. മുഅ്മിനെ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്,
വിശ്വാസികൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ചെയ്യുന്ന നന്മകളിൽ വലുത് അവർക്ക് വേണ്ടി ചെയ്യുന്ന ജനാസ നിസ്കാരം തന്നെ. അതവർക്ക് ചെയ്യുന്ന റെക്കമെൻഡേഷനാണ്. മാ മിൻ മയ്യിത്തിൻ യമൂതു മിനൽ മുസ്ലിമീൻ ഫയുസല്ലി അലൈഹി ഉമ്മത്തുൻ മിനൽ മുസ്ലിമീന യബ്ലുഗൂന മിഅ കുല്ലുഹും യശ്ഫഊന ലഹു ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി. ഒരു മനുഷ്യൻ മരിക്കുകയും ആ മനുഷ്യന് മയ്യിത്ത് നിസ്കരിക്കാൻ 100 ആളുകൾ ഉണ്ടാവുകയും ചെയ്താൽ ആ മരിച്ച മയ്യിത്തിന് വേണ്ടി നിസ്കാരത്തിൽ അവർ ചെയ്യുന്ന ശഫാഅത്ത് കൊണ്ട് അല്ലാഹു മരിച്ച മയ്യിത്തിന് റഹ്മത്ത് ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്. നബി തങ്ങൾ 100 എന്ന് മാത്രമല്ല, അതിൽ വ്യത്യാസങ്ങളുണ്ടായി. ഇമാം മുസ്ലിം എന്നവർ ഉദ്ധരിക്കുന്ന സ്വഹീഹിൽ വന്ന ഹദീസുണ്ട്. ഇമാം അഹ്മദ് എന്നവർ മുസ്നദിലും, അബൂ ദാവൂദ്, ഇബ്നു മാജ അവരുടെ സുനനുകളിലും, ഇമാം ബൈഹഖി സുനനുൽ കുബ്രയിലും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലയായ ഖുറൈബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് എന്നവര് ത്വായിഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബിന്റെ സ്വഹാബിയാണ്. 3 ദിവസം മുമ്പ് മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ എനിക്ക് അവസരമുണ്ടായി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മസ്ജിദ് ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന വലിയൊരു മസ്ജിദ് ഉണ്ട് ത്വായിഫിന്റെ നഗരത്തിന്റെ ഹൃദയഭാഗം. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിയും സയ്യിദുമാണ്, അഹ്ലുബൈത്തിൽപ്പെട്ട സ്വഹാബിയാണ്. അവരുടെ ഒരു മൗലയുണ്ട്, ഖാദിം ഖുറൈബ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകൻ മരിച്ചപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുറൈബ് തങ്ങളോട് ചോദിച്ചു, ഖുറൈബേ, എന്റെ മോനെ നിസ്കരിക്കാൻ എത്ര പേര് വന്നിട്ടുണ്ട്? പറഞ്ഞു, 40 ആളുകളുണ്ട് ഇബ്നു അബ്ബാസ് എന്നവരെ. 40ഓ? ശരി, ഏറെയും കാണും. അത് പറഞ്ഞപ്പോ മയ്യിത്ത് നിസ്കാരത്തിന് 40 ആളുകളോ അതിൽ അല്പം ഏറെയോ നിസ്കരിച്ചു എന്ന് പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ, അഖ്രിജു വലദി ഇലാ ലഹ്ദിഹി വഖബ്രി, എന്റെ മോനെ അവന്റെ ഖബറിലേക്ക് ഇറക്കി വെച്ചോളൂ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. മാ മിൻ മയ്യിത്തിൻ യമൂതു ഫയുസല്ലി അലൈഹി 40 മിനൽ മുസ്ലിമീൻ ലാ യുശ്രികൂന ബില്ലാഹി ശൈഅൻ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന 40 ആളുകൾ ഒരു മയ്യിത്തിന് വേണ്ടി അള്ളാഹുവിനോട് ശഫാഅത്ത് ചോദിച്ചാൽ, അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്താൽ, അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചാൽ 40 ആളുകൾ ആണെങ്കിൽ തന്നെയും അല്ലാഹു തആല ആ മയ്യിത്തിന് മോചനം കൊടുക്കുമെന്ന് ഹബീബ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മോനെ മറവ് ചെയ്തോളൂ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുറൈബ് തങ്ങളോട് പറഞ്ഞത് സ്വഹീഹ് മുസ്ലിമിലും നേരത്തെ ഉദ്ധരിച്ച ഹദീസ് ഗ്രന്ഥങ്ങളിലുമുണ്ട്. 40-ൽ താഴെയാണെങ്കിലും കൂലിയുണ്ടെന്നാണ്. 40-ൽ താഴെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മയ്യിത്ത് നിസ്കാരത്തിന് 40 ആളില്ല, അതിൽ താഴെയുള്ളുവെങ്കിൽ ആ ഉള്ള ആളുകൾ 3 സഫായിട്ട് നിൽക്കണമെന്നാണ്. സഫ് പൂർത്തിയാവില്ല, ആകെ 10 ആളുള്ളൂ. 3 ആള്, അല്ലെങ്കിൽ ഒരു സഫില് 4, അടുത്ത സഫില് 3, അടുത്ത സഫില് 3. ആ 3 ആള് നിൽക്കുന്ന 2 സഫുകൾ, 4 ആള് നിൽക്കുന്ന സഫ്, ബാക്കി അള്ളാഹുവിന്റെ മലക്കുകൾ അതിന് പൂർത്തിയാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആള് കുറവാണോ 3 സഫ് നിൽക്കണം. 40 ആളുണ്ട്, അത് മതി. 100 ഉണ്ട്, ധാരാളം. ആയിരക്കണക്കിന് ആളുകളൊക്കെ മയ്യിത്ത് നിസ്കരിച്ചാൽ അതിന്റെ ഭാഗ്യം എത്രയാണ്. ഇമാം ഹാക്കിം എന്നവരെ സ്വഹീഹാണെന്ന് പറഞ്ഞ ഹദീസ്, ഇമാമുൽ മുൻദിരി അവരുടെ തർഗീബ് വത്തർഹീബിൽ കൊണ്ടുവന്ന ഹദീസ്, മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഹസനാണെന്ന് പറഞ്ഞ ഹദീസ്, ഇമാം നബവി തങ്ങൾ ശൈഖുൽ ഇസ്ലാം അൽ ഇമാം അൻ-നവവി റളിയല്ലാഹു അൻഹു, ഇമാം നബവി തങ്ങൾ ഹസനാണെന്ന് പറഞ്ഞ ഹദീസ്. എന്താ നബി തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ റജുലിൻ മിനൽ മുസ്ലിമീന യമൂതു ഫയുസല്ലി അലൈഹി 3 സുഫൂഫിൻ ഇല്ലാ ഔജബാ. ഒരു മുസ്ലിമായ മനുഷ്യന് 3 സഫിൽ ആളുകൾ നിന്ന് മയ്യിത്ത് നിസ്കരിച്ചാൽ അവന് നിർബന്ധമായി, അതായത് സ്വർഗം നിർബന്ധമായി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി മാലിക് ഇബ്നു ഹുബൈറ റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു ജനാസയെ അനുഗമിക്കുമ്പോൾ, ഒരു ജനാസയെ നിസ്കാരത്തിന് വന്നാൽ 40-ൽ ആളുകൾ കുറവാണെങ്കിൽ അവരെ 3 സഫായി നിർത്താറുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ. 40-ൽ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അവരെ 3 സഫായി നിർത്താറുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ. 40-ൽ ആളുകൾ കുറവാണെങ്കിൽ അവരെ 3 സഫായി നിർത്താറുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ. 40-ൽ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അവരെ 3 സഫായി നിർത്താറുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ.
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ സല്ലല്ലാ അലാ ജനാസത്തിൻ വമഅഹു സബ്അതു നഫരിൻ 7 ആളുകൾ മാത്രം ജനാസ നിസ്കരിക്കാൻ വന്ന ഒരു നിസ്കാരത്തിന് ഹബീബ് വന്നിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ ആ 7 പേരെ 3 സഫിൽ നിർത്തുകയാണ് ഉണ്ടായത്. ഫജസ്സഅഹും സലാസത സുഫൂഫിൻ, ഒരു സഫിൽ 3 ആള്, വേറെ അടുത്ത സഫിൽ 2, അടുത്ത സഫിൽ 2, അങ്ങനെ 7 പേരെ 3 സഫായി ഹബീബായ നബി നിസ്കരിപ്പിച്ചിട്ടുമുണ്ട്. ഈ ഹദീസ് മഹാനായ ഇമാം തബറാനി മുഅ്ജമുൽ കബീറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറയുന്നത് നമ്മൾ ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളുടെ ആമുഖമാണ്. മുസ്ലിമീങ്ങളായ ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന ശഫാഅത്ത്, അല്ലാഹുവിനോട് ചെയ്യുന്ന പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുന്നു എന്ന് പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകൾ ഉദ്ധരിച്ചതാണ്. നമ്മുടെ ജനാസ നമ്മൾ മരിക്കുമ്പോൾ അല്ലാഹു സ്വാലിഹീങ്ങളായ ആളുകളുടെ ശഫാഅത്ത് കൊണ്ട് അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അവരുടെ നിസ്കാരം കൊണ്ടും ദുആ കൊണ്ടും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജനാസയെ അനുഗമിക്കുന്നത് ഏറ്റവും പുണ്യമാണ്. ജനാസയെ അനുഗമിക്കുന്നവരുടെ കൂലി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഫനൽ മയ്യിത്ത്, ഒരു മയ്യിത്തിനെ നബി തങ്ങൾ മറവ് ചെയ്താൽ വഖഫ അലാ ശഫീരിൽ ഖബർ, ആ ഖബറിന്റെ വക്കിൽ, ആ ഖബറിന്റെ തല്ലത്ത് അല്ലാഹുവിന്റെ ഹബീബ് നിൽക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാൽ, എന്നിട്ട് പറയും, ഇസ്തഗ്ഫിറുല്ലാഹ ലിഅഖീകും, നിങ്ങളുടെ കൂട്ടുകാരന് അല്ലാഹുവിനോട് പൊറുക്കല്ല ചോദിക്കണേ. വസ്അലൂ ലഹു തസ്ബീത് ഫഇന്നഹുൽ ആന യുസ്അലൂ, അവനെ തസ്ബീത്തിനെ ചോദിക്കണേ. അവൻ ചോദിക്കപ്പെടാൻ പോവുകയാണ്. മാലാഖമാർ അവനോട് ചോദിക്കാൻ പോകുന്നു. ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ, ഒരു ഉറപ്പ് കിട്ടാൻ നിങ്ങൾ അവർക്ക് തസ്ബീത്തിനെ ചോദിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തസ്ബീത്ത് ചോദിക്കുന്നത് മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു ദുആയാണ്. തൽഖീനും തസ്ബീത്തിന്റെയും മഅന ഒന്ന് തന്നെയല്ലേ? തൽഖീനിനെ സംബന്ധിച്ച് വന്ന ഒരു ഹദീസിന്റെ ഒരു ദുഅഫ് മാത്രം പറഞ്ഞിട്ട് അത് ബിദ്അത്താണെന്ന് പറയുന്നത് എത്ര തെറ്റാണെന്ന് വഴി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർസ്ഥാനിലേക്ക് വരുന്നവരോട് പഠിപ്പിച്ച ഒരു ദുആയുണ്ട്. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ വീട്, വിശ്വാസിനികളുടെ ഭവനമേ, അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാവട്ടെ. അങ്ങനെയാണ് ദുആ ഇരക്കേണ്ടത്. യർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഅഖിരീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയവർ, ഇനി വരാൻ പോകുന്ന, മരണപ്പെടാൻ പോകുന്നവർ എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു ഉദ്ദേശിക്കുമ്പോ ഞങ്ങളും നിങ്ങളോടുകൂടെ വന്നു ചേരേണ്ടവരാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ സലാം പറയണം. അവർ കേൾക്കുന്നവരാണ്. കേൾക്കാത്തവരോട് എന്ത് സലാം? മണ്ണുപോലെ കിടക്കുകയാണ്, കല്ലാണെങ്കിൽ അവരോട്, ജീവനുള്ളവരോട് പറയുന്ന അഭിസംബോധന. മരിച്ചു കിടക്കുന്ന ആളുകൾ കേൾക്കുന്നില്ലെങ്കിൽ അവിടെ സലാം വേണ്ടി പറയാൻ വേണ്ടി പറയോ? ശറഅ് മിനിമം ഏത് കൊച്ചു കുഞ്ഞിനും അറിയുന്നൊരു വസ്തുതയാണത്. ശറഅ് അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാർ, വീട്ടുകാരോട് സലാം. ഇതൊരു വീടാണ്. അവിടെ നടക്കുന്ന ലോകം നമുക്കറിയില്ലെന്നേ ഉള്ളൂ. ഈ വിഷയം നമ്മൾ കൊമ്പോൽ കഴിഞ്ഞ മാസം അങ്ങനെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. മരിച്ചുപോയ ആളുകൾ കേൾക്കുന്ന രീതികളും അവർ മറുപടി തരുന്ന അവസ്ഥകളും ഒക്കെ. ആ വിഷയമല്ല നമ്മുടെ ഇന്നത്തേത്. മരണപ്പെട്ടു പോയ ആളുകൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും? ഒന്ന്, അവർക്ക് വേണ്ടി ഹജ്ജും ഉംറയും ചെയ്യാം. നമ്മുടെ സ്വന്തമായ ഫറളായ ഹജ്ജ് നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫറളായ ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ഹജ്ജ് ചെയ്യാം, അവരുടെ പേരിൽ ഉംറ ചെയ്യാം. അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖസ്അം ഗോത്രക്കാരിയായ ഒരു പെണ്ണ്, ജാഅത് ഇംറഅത്തുൻ മിൻ ഖസ്അം മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹജ്ജത്തുൽ വിദാ നടക്കുമ്പോ ഹബീബായ നബി തങ്ങളുടെ അവസാനത്തെ ഹജ്ജിന്റെ സമയത്ത് ഖസ്അമി ഗോത്രക്കാരിയായ ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഫരീളത്തല്ലാഹി അലാ ഇബാദിഹി ഫിൽ ഹജ്ജ് അദ്റകത് അബീ ശൈഖൻ കബീറാ. നബിയേ, അല്ലാഹു നിർബന്ധമാക്കിയ ഹജ്ജ് എന്റെ വൃദ്ധനായ പിതാവിന് നിർബന്ധമാണ്. പക്ഷേ ലാ യസ്തതിഉ റുകൂബ അല റാഹില, എന്റെ പിതാവിന് വാഹനം കയറി യാത്ര ചെയ്യാൻ കഴിയില്ല നബിയേ. അഫാ ഹജ്ജു അൻഹു, എന്റെ പിതാവിന് പകരം, അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ പിതാവിന് പകരം എനിക്ക് ഹജ്ജ് ചെയ്യാൻ പാടുണ്ടോ?
ഖാല ഹുജ്ജി അൻഹു, നിങ്ങൾ ആ പെണ്ണിനോട് മകളോട് പറഞ്ഞു, മോളെ നിങ്ങളുടെ പിതാവിന് പകരമായി നിങ്ങൾ ഹജ്ജ് ചെയ്തേക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയില്ലെങ്കിൽ അവരുടെ സമ്മതത്തോടുകൂടെ അവർക്ക് വേണ്ടിയുള്ള ഹജ്ജ് ചെയ്യാൻ പറ്റും. ജീവിച്ചിരിക്കുന്ന ആൾക്ക് വേണ്ടി കർമ്മം ചെയ്തു, ഒരാൾ ചെയ്തത് മാത്രമേ കിട്ടുള്ളൂ. ഇനി പറയും സാധാരണ പറയാം, ഒരു മനുഷ്യൻ അയാൾ ചെയ്തത് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുന്നവർ ഈ ഹദീസിന് എങ്ങനെ അർത്ഥം വെക്കുക? ആ മകള് ചെയ്തത് വാപ്പാക്ക് കിട്ടുന്നല്ലേ നബി തങ്ങൾ പറയുന്നത്? മകള് ചെയ്ത ഹജ്ജിന്റെ കൂലി ആർക്ക് കിട്ടും? മകൾക്ക് കിട്ടുന്ന പോലെ ആർക്ക് വേണ്ടി ചെയ്തുവോ ആ പിതാവിനും കിട്ടും. ഇത് സ്വഹീഹായ ഹദീസല്ലേ? ഹദീസുകൾ മനസ്സിലാക്കാതെ ഈ ആയത്തർത്ഥം വെക്കുന്ന അപകടം. പരിഭാഷ വായിച്ച് പാംഫ്ലെറ്റേറിയൻ നാടുകളിൽ നഗരങ്ങളിലൊക്കെ ഖുതുബ ഓതുന്നുണ്ട് ഇവരൊക്കെ. എന്തായിരിക്കും ആ ഖുതുബയുടെ അവസ്ഥ? അല്ലാഹു അഅലം. എത്ര അപകടമാണ്! പച്ചയായ ഹദീസിന്റെയും ആയത്തിന്റെയും പച്ചയായ അർത്ഥം ആശയം മനസ്സിലാക്കാതെ ആയിരക്കണക്കിന് ഹദീസുകൾ ഉണ്ട് അല്ലാഹുവിന്റെ റസൂലിന്. അതൊക്കെ ഇരുന്ന് കൊല്ലങ്ങളോളം ഗുരുനാഥന്മാരുടെ മുമ്പിൽ ഇരുന്ന് പട്ടിണിയും വിശപ്പും സഹിച്ച് കാലങ്ങളോളം ക്ഷമയോടുകൂടെ കിതാബ് ഓതി പഠിക്കുക എന്ന് പറയില്ലേ? ഇവര് വിചാരിക്കുന്നതൊക്കെ നിസ്സാരമാണ്. അതൊക്കെ ഒരു ബുഖാരിയുടെ പരിഭാഷ വായിച്ചാൽ കിട്ടൂലേ? കിട്ടില്ല, മുഅ്മിനെ കിട്ടില്ല. ദീനിന്റെ മസ്അല പറയരുത് ദയവ് ചെയ്ത് ഇത്തരക്കാരായ ആളുകൾ. ആലിമീങ്ങൾ എന്തു പറഞ്ഞു എന്ന് അവരുടെ കിതാബുകൾ പരിശോധിക്കണം. എന്ത് വിഷയം പറഞ്ഞാലും മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരു നന്മ ചെയ്താൽ കൊടുക്കാൻ പറ്റൂ. അവനവൻ ചെയ്തതല്ലാതെ കിട്ടൂലല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതോ ഈ ഹദീസ് നിങ്ങൾ കണ്ടോ? ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സുനനിൽ കൊണ്ടുവന്നത്, ഇമാം അബൂ ദാവൂദ് ത്വയാലിസി അവരുടെ മുസ്നദിൽ, ഇമാം ദാരിമി അവരുടെ സുനനിൽ, ഇമാം മുസ്നദിൽ അഹ്മദ് എന്നവരുടെ മുസ്നദിൽ, അത് മാത്രമല്ല സ്വഹീഹൈൻ ഇമാം ബുഖാരി മുസ്ലിമും അടക്കം കൊണ്ടുവന്ന ഹദീസാണിത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ മറ്റൊരാൾ വരുന്നു. അന്ന റജുലൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഒരാൾ വന്ന് ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉഖ്തി നദറത് അൻ തഹജ്ജ, എന്റെ പെങ്ങൾ ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയിരുന്നു നബിയേ. വ ഇന്നഹാ മാതത് ഖബ്ല അൻ തഹജ്ജ, നബിയേ അഫഹജ്ജു അൻഹാ, എന്റെ പെങ്ങൾക്ക് പകരമായി എനിക്ക് ആ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? പെങ്ങള് ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയിരുന്നു, പെങ്ങള് മരിച്ചുപോയി. ആ പെങ്ങൾക്ക് പകരം എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഹബീബായ നബി തങ്ങൾ ചോദിച്ച ചോദ്യം, അറഅയ്ത ലൗ കാന അലാ ഉഖ്തിക ദൈനുൻ അകുൻത ഖാദിഹി, നിങ്ങളുടെ പെങ്ങൾക്കൊരു കടമുണ്ടെങ്കിൽ ആ കടം നിങ്ങൾ വീട്ടുമോ? തങ്ങൾ ചോദിച്ചു, ആ പെങ്ങൾക്ക് കടമുണ്ടെങ്കിൽ നിങ്ങളത് വീട്ടുമോ? ഖാല നഅം, തീർച്ചയായും നബിയെ ഞാനത് വീട്ടും. ഹബീബായ തങ്ങൾ മറുപടി കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫദൈനുല്ലാഹി അഹഖു ബിൽ ഖളാ, അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ കടമാണ് ഏറ്റവും ആദ്യം വീട്ടേണ്ടത്. ആ പെങ്ങൾക്ക് പകരം നിങ്ങൾ ഹജ്ജ് ചെയ്യണം, ആ പെങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടും, അവരുടെ കടം വീടുകയും ചെയ്യും. ഒരു മനുഷ്യൻ ചെയ്തതേ കിട്ടൂ എങ്കിൽ ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം എന്താണ്? എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഈ ഹദീസ് എവിടെയുണ്ട് എന്ന ചോദ്യം സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിലുണ്ടല്ലോ. അതിനപ്പുറം പറയണ്ടല്ലോ. ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിലുണ്ട്, തബറാനിയുടെ മുഅ്ജമുൽ കബീറിലുണ്ട്, ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിലുണ്ട്, ഇമാം ദാരിമിയുടെ സുനനിലുണ്ട്, അബൂ ദാവൂദ് ത്വയാലിസിയുടെ മുസ്നദിലുണ്ട്, ഇമാമുൽ മുൻതഖ ഇബ്നുൽ ജാറൂദ് ഇമാം ഇബ്നുൽ ജാറൂദ് തങ്ങൾ ഇവരൊക്കെ ഉദ്ധരിച്ച ഹദീസ്, സ്വഹീഹായ ഹദീസ്. ബുഖാരി ഇമാം ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ, ധാരാളം. അള്ളാഹുവിന്റെ കടം അതാണ് ഏറ്റവും വലുത്. സാമ്പത്തിക കടം നിങ്ങൾ വീട്ടിലെ മരിച്ചുപോയ മയ്യിത്തിന് പകരം, അതുപോലെ അള്ളാഹുവിന്റെ കടങ്ങളും നിങ്ങൾ വീട്ടേണ്ടവരാണ്. ഇങ്ങനെയൊക്കെയുള്ള ഹദീസിന്റെ വെളിച്ചത്തിലാണ് ഒരു മനുഷ്യൻ അയാൾ ചെയ്തതല്ലാതെ കിട്ടില്ല എന്ന് പറയുന്ന ഹദീസുകളൊക്കെ. ഈ ഹദീസുകൾ കൂടി മനസ്സിലാക്കിയിട്ടേ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. ജുഹൈന കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഹബീബായ നബിയോട് വന്ന് ചോദിക്കുകയാണ്, റസൂലുള്ളാഹി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ എന്റെ പിതാവിന് ഹജ്ജ് നിർബന്ധമായിരുന്നു, ആ പിതാവിന് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല, ഞാൻ ഹജ്ജ് ചെയ്യട്ടെയോ? നേരത്തെ ഖസഅം ഗോത്രക്കാരിയായ പെണ്ണ് ചോദിച്ച പോലെ ജുഹൈന ഗോത്രക്കാരിയായ ഒരു പെണ്ണ് ചോദിച്ചു. സ്വഹീഹായ ഹദീസാണല്ലോ ഇത്. ഹുജ്ജി അൻ നബീകി, നിങ്ങളുടെ പിതാവിന് പകരം നിങ്ങൾ ഹജ്ജ് ചെയ്തോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മുഅ്മിനീങ്ങൾ പരസ്പരം ഉപകാരം ചെയ്യണം. അത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാലും ഉപകാരം ചെയ്യാൻ പറ്റും. അല്ലാഹു കേൾക്കുന്നവനല്ലേ. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് ചെയ്യുന്ന ഉപകാരങ്ങളെ അല്ലാഹു എങ്ങനെയാണ് തട്ടിക്കളയുന്നത്? എങ്ങനെയാണ് അല്ലാഹു സ്വീകരിക്കാതിരിക്കുക? ഒരു മനുഷ്യന്റെ കടം, ആ മനുഷ്യന്റെ കടം മറ്റൊരാൾ വീട്ടിയാൽ കടം വീടുമല്ലോ. ഇത് ആർക്കും അറിയുന്നൊരു ഹദീസാണ്. ഹബീബായ നബി തങ്ങളുടെ കാലത്ത് ഒരു മനുഷ്യൻ മരിക്കുകയും ആ മനുഷ്യനെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഹാനൂത്ത് പുരട്ടി കൊണ്ടുവന്ന് കിടത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി വന്നു. മുത്തനബി തങ്ങൾ അടുത്തേക്ക് എത്തിയിട്ട് സഹാബികളോട് ചോദിച്ചു, ഇയാൾക്ക് എന്തെങ്കിലും കടമുണ്ടോ? അവർ പറഞ്ഞു, ഉണ്ട് നബിയെ, 2 ദീനാർ 2 സ്വർണ്ണ നാണയം ആരോടോ ഒരാളോട് കടം വാങ്ങിയിട്ടുണ്ട്, ആ കടം തിരിച്ചു കൊടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തെങ്കിലും കടം വീടാനുള്ള സമ്പത്ത് ബാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല നബിയെ, 5 പൈസ ഇല്ലാത്ത ആളാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ നിസ്കരിക്കാതെ മാറി നിന്നു. സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മുത്തനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഹുമാ അലയ്യ ഫസല്ലി അലൈഹി, ആ 2 ദീനാർ ഞാൻ വിട്ടാം നബിയേ, അങ്ങ് ആ മനുഷ്യന് വേണ്ടി നിസ്കരിക്കാതിരിക്കരുതേ, അങ്ങ് നിസ്കരിക്കൂ നബിയേ, ആ 2 ദീനാർ ഞാൻ വീട്ടിക്കൊള്ളാം. ആ ഏറ്റെടുക്കൽ നടന്നപ്പോ മുത്തനബി തങ്ങൾ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഹദീസ് ഇമാം ബൈഹഖിയുടെ സുനനിൽ കുബ്രയിലുണ്ട്, ഇമാം ഹാക്കിം എന്നിവരുടെ മുസ്തദറക്കിലുണ്ട്, അബൂദാവൂദ്, നസായി പോലെയുള്ള സുനന്റെ ഇമാമിങ്ങളുടെ സുനൻ കിതാബുകളിലുണ്ട്. വളരെ പ്രസിദ്ധമായ ഹദീസാണിത്. മറ്റൊരാൾ വീട്ടിയാൽ ആ മനുഷ്യന്റെ കടം വീടുന്നു. മുത്തനബി തങ്ങൾ കണ്ടപ്പോ ചോദിച്ചു, അബൂ ഖതാദ, ആ 2 ദീനാറിന്റെ വിഷയം എന്തായി, നിങ്ങൾ വീട്ടിയോ എന്ന് ചോദിച്ചു. മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയേ, ഇല്ല, വീട്ടിയിട്ടില്ല, ഞാനത് വീട്ടാൻ പോവുകയാണ്. 2ാമത്തെ ദിവസം ചോദിച്ചു അബൂ ഖതാദ തങ്ങളോട്. മഹാനവറുകൾ പറഞ്ഞു, ഇല്ല നബിയേ, മരിച്ചിട്ടില്ലേ ഉള്ളൂ, 2 ദിവസമല്ലേ ആയുള്ളൂ. 3ാമതും ഹബീബായ നബി തങ്ങൾ ചോദിച്ചപ്പോൾ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഹബീബായ നബിയെ കാണുമ്പോൾ ഇത് ചോദിക്കുമെന്ന് ഉറപ്പാണ്. മുത്തനബി തങ്ങൾ വീണ്ടും കണ്ടപ്പോ ചോദിച്ചു, അബൂ ഖതാദ, ആ കടം വീടിയോ? ഖുൽതു നഅം, ഞാൻ പറഞ്ഞു നബിയെ, ഞാൻ കടം വീട്ടിയിട്ടുണ്ട്. അൽആന ബറദത് ജിൽദുഹു, ഇപ്പോഴാണ് ആ മയ്യത്തിന്റെ തൊലിക്ക് തണുപ്പ് കിട്ടിയത്. അബൂ ഖതാദ, നിങ്ങൾ കടം വീടുന്നവരെ അദ്ദേഹം ഹിസാബിന്റെ ചൂടിലായിരുന്നു, ഇപ്പോഴാണെന്ന് തണുത്തത്. കടം വീടിയപ്പോ കടം ബാക്കി വെച്ച് മരിക്കുന്ന മയ്യത്തുകള് മക്കൾ ഓർക്കണം, വാപ്പാക്ക് കടമുണ്ട് എന്ന് പറഞ്ഞ ആരെങ്കിലും എന്ന് പറയുമ്പോ വാപ്പയുടെ കടം വാപ്പയാവട്ടെ, ഞങ്ങൾ മക്കളെന്തറിഞ്ഞു, വാപ്പ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ, എന്നും പറയാൻ പാടില്ല. നിങ്ങളുടെ വാപ്പയാണെങ്കിൽ ആ വാപ്പയുടെ കടം വീട്ടൽ മക്കൾക്ക് നിർബന്ധമാണ്. വാപ്പയുടെ കടം വീടി എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ മാത്രമേ അനന്തരം എടുക്കാൻ തന്നെ പാടുള്ളൂ. സമ്പത്ത് മുഴുവൻ വീട്ടിയാലും അനന്തരം വീടിൽ ആ വാപ്പയുടെ കടം വീടില്ലെങ്കിൽ 5 പൈസ പോലും അനന്തരം എടുക്കാതെ വാപ്പയുടെ കടം വീട്ടാൻ ബാധ്യസ്ഥരാണ്. അനന്തരം എടുക്കാൻ അവകാശമുള്ള മുഴുവൻ ആളുകളും. അവർ സമ്പത്തെടുക്കരുത്, കടമാണ് വീട്ടേണ്ടത്. ചിലര് പറയും, ഞങ്ങൾക്കറിയില്ല. മയ്യത്ത് നിസ്കരിക്കുമ്പോൾ വിളിച്ചു പറയും, മയ്യത്തിന് വേണ്ടി ആർക്കെങ്കിലും കടണ്ടോ? മൂത്ത ജ്യേഷ്ഠനെ പോയി കാണണം, മൂത്ത മോനെ പോയി കാണണം, ഇന്ന അനുജനെ പോയി കാണണം, ഇളാപ്പയെ കാണണം. നിസ്കാരം കഴിഞ്ഞെന്നാൽ അത് നമുക്കറിയില്ല. അങ്ങനെയാണോ പറയേണ്ടത്? ഒരു മയ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകള് ആ മയ്യത്തിന്റെ കടം വീട്ടിയില്ലെങ്കിൽ ആ മയ്യത്ത് അദാബിലാണ്. മുത്തനബി തങ്ങൾ അബൂ ഖതാദ തങ്ങളോട് 2ാമത്തെ ദിവസം ചോദിച്ചു വീണ്ടും, അബൂ ഖതാദ, കടം വീട്ടിയോ? വീട്ടി നബിയെ. അൽആന ബറദത് ജിൽദുഹു, ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ തൊലിക്കൊരു തണുപ്പ് കിട്ടിയത് കടം വീടിയപ്പോ. കാന ഫീ ഹറാറത്തിൽ ഹിസാബ്, അർത്ഥമതാണ്, ഹിസാബിന്റെ വിചാരണയുടെ ചൂടിലായിരുന്നു. ഈ ഹദീസ് നൽകുന്ന ആശയം എന്താണ്? ഇതിന്റെ ആശയം? നമ്മൾ ചെയ്തത് മാത്രമേ കിട്ടൂ എങ്കിൽ ആ മനുഷ്യന് പകരം അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അയാളുടെ കുടുംബക്കാരനല്ല, പെങ്ങളെ കെട്ടിയ അളിയനല്ല, എളാപ്പയുടെ മൂത്താപ്പയുടെ മക്കൾ, ഒരു ബന്ധവും കുടുംബ ബന്ധമായിട്ടില്ല, വിവാഹ ബന്ധവുമായിട്ടില്ല.
മരിച്ച മയ്യത്ത് ആ മയ്യത്തുമായി ഒരു കുടുംബ ബന്ധവുമില്ലാത്ത ഈമാനിന്റെ ബന്ധമുണ്ടായതിന്റെ പേരിൽ, ഈമാനികമായ ബന്ധം ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ ബന്ധമാണല്ലോ, അതിന്റെ പേരിൽ ചെയ്ത കടം വീട്ടിയത് ആ മനുഷ്യന് ഉപകാരപ്പെട്ടു എങ്കിൽ അല്ലാഹുമായുള്ള കടബാധ്യതകളും മുഅ്മിനീങ്ങൾ അവർക്ക് പകരം ചെയ്താൽ അത് വീടും എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി തങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ടായിരുന്നു. കടം ബാക്കി വെച്ച് മരിച്ചുപോയവർക്ക് മുത്തനബി തങ്ങൾ നിസ്കരിക്കാറില്ല. ഏത് കാലം വരെ? അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു സമ്പത്ത് കൊടുക്കുന്നവരെ. യുദ്ധങ്ങൾ ഉണ്ടാവുകയും യുദ്ധമുതലുകൾ ഉണ്ടാവുകയും ചെയ്ത് ഇസ്ലാമിന്റെ ഖജനാവിലേക്ക് സമ്പത്ത് വന്നപ്പോ നബി തങ്ങൾ അത് നിർത്തി. അല്ലാഹുവിന്റെ റസൂൽ ആര് മരിച്ചാലും പിന്നെ നിസ്കരിക്കും. അവരുടെ കടം ഹബീബ് വീട്ടുകയാണ് ഉണ്ടായിരുന്നത്. അത് റസൂലുള്ളാഹിന്റെ ഒരു കരുണയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ചോദിക്കും, ഹൽ അലൈഹി ദൈനുൻ, കടമുണ്ടോ? കടം വീടിയില്ലെങ്കിൽ നബി നിസ്കരിക്കൂല. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു സമ്പത്തിന്റെ വഴികൾ അല്ലാഹു തുറന്നു കൊടുത്തപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, അന ഔലാ ബികുല്ലി മുഅ്മിൻ, എല്ലാ മുഅ്മിനിനോടും ഞാൻ ഏറ്റവും ബന്ധപ്പെട്ടവനാണ്. മൻ തറക മാലൻ ഫലിവറസതിഹി, ആരെങ്കിലും സമ്പത്ത് ബാക്കി വെച്ചാൽ അത് അവരുടെ അനന്തരാവകാശികൾ എടുത്തോട്ടെ. വമൻ തറക ദൈനൻ വളയാഅൻ ഫഇലയ്യ വഅലയ്യ, ആരെങ്കിലും കടം ബാക്കി വെച്ചാൽ, ആർക്കെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ്, എന്റേതാണ്, ഞാൻ വീട്ടിക്കൊള്ളാം എന്ന് നബി തങ്ങൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആദ്യകാലങ്ങൾ തങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. കടമുണ്ടെങ്കിൽ അത് വീടാൻ നബി തങ്ങൾ കാത്തിരിക്കും, എന്നിട്ടേ നിസ്കരിക്കും മയ്യത്തിന്. പിന്നെ നബി തങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്ത തങ്ങൾ പറഞ്ഞു, ഏതൊരു മുഅ്മിനോടും ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു. ആര് മരിച്ചാലും സമ്പത്തുണ്ടോ മക്കളെടുത്തോട്ടെ, സമ്പത്തില്ലേ കടമുണ്ടോ, കടം ഞാൻ ഏറ്റെടുത്തു എന്ന് ഉമ്മത്തിന് വേണ്ടി ഏറ്റെടുത്ത റഹ്മത്തുൽ ലിൽ ആലമീനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും കൊണ്ടുവന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സന്ദേശം ഉമ്മത്തിന് അറിയിക്കുന്ന ഹബീബിൻ അല്ലാഹുവിന്റെ മെസ്സഞ്ചറാണ്, അല്ലാഹുവിന്റെ റസൂലാണിത്. അല്ലാഹുവിന്റെ ആകാശലോകങ്ങൾക്കപ്പുറത്തെ അല്ലാഹുവിന്റെ മലഉൽ അലായുടെ വിവരങ്ങൾ ഹദീസിലൂടെയും വിശുദ്ധ വചനങ്ങളിലൂടെയും നമുക്ക് എത്തിച്ചു തന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. ആ ഹബീബായ നബി എന്താണ് ബാധ്യതകളെ കുറിച്ച് പറഞ്ഞത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കടം വലിയൊരു ബാധ്യത തന്നെയാണ്. കടം വീട്ടേണ്ടത് അനന്തരാവകാശ അതിന് തയ്യാറല്ലെങ്കിൽ മുഅ്മിനീങ്ങളായ സജ്ജനങ്ങൾ ആ മയ്യത്തിന് പകരം അത് വീട്ടിയിരിക്കണം. തങ്ങൾ പറയുമായിരുന്നു, ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു നബിയോട്, നബിയേ, എന്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഞാൻ അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുകയും മരണപ്പെടുകയും ചെയ്ത് ഞാൻ മരണപ്പെട്ടു പോയാൽ അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് സ്വർഗമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ട്. രണ്ടാമത് ചോദിച്ചു, നബിയേ, ഞാൻ അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മരിച്ചാൽ എനിക്ക് സ്വർഗമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. മൂന്നാമത് തവണയും ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വർഗമുണ്ട്, പക്ഷേ ഇല്ലാ ഇദാ കാന അലൈക ദൈനുൻ ലൈസ ഇൻദക വഫാഉഹു, കടം വീടാൻ വകുപ്പില്ലാതെ ബാക്കി വെച്ച കടമായിട്ട് നിന്നാൽ അത് വീടാനുള്ള സമ്പത്ത് നിങ്ങൾ ബാക്കി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗപ്രവേശമില്ല. ഷഹീദായ മനുഷ്യന് പോലും സ്വർഗത്തിൽ കടക്കണമെങ്കിൽ കടം വീടണം എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം മനുഷ്യരുമായുള്ള ബന്ധം, ഹക്കടപാടുകൾ അല്ലാഹു തആല വിട്ടുതരില്ല മനുഷ്യര് പുറത്തു കൊടുക്കുന്നവരെ. എന്നാൽ അല്ലാഹു മനുഷ്യരും തമ്മിലുള്ള നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ പോലെയുള്ള വിഷയങ്ങള് അല്ലാഹു തആല വേണമെങ്കിൽ മാപ്പ് ചെയ്തു കൊടുക്കാം. അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്. കടം മനുഷ്യരുമായുള്ളത് അത് അവര് വീട്ടിയേ പറ്റി. ഇതാണ് ശറഇന്റെ നിയമം. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാണ് പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബനാ റസൂലുള്ളാഹി തങ്ങൾ മരിച്ച മയ്യിത്തിന് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അതിലാദ്യമായി നമ്മൾ പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചെയ്യുക, ദുആ ചെയ്യുക. രണ്ടാമത്തേത് അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം, ഉംറ ചെയ്യാം, അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാം. ആ കൂട്ടത്തിൽ സ്വതക്ക ചെയ്യുന്നത് ഏറ്റവും പുണ്യമാണ്. മരിച്ചവർക്ക് വേണ്ടി സ്വതക്ക നമ്മുടെ വാദുകളിൽ, പ്രഭാഷണങ്ങളിൽ
റൂസ് പരിപാടികളിൽ ഒക്കെ അല്ലാഹുവേ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അവരുടെ പേരിൽ സ്വതക്ക ചെയ്യുന്നു. അവർക്ക് ഗുണം കിട്ടാൻ, അവർക്ക് പ്രതിഫലം കിട്ടാൻ, അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നു. ആ ഒരു നന്മ ഹബീബായ നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചതാണ്. എവിടുന്ന് ലഭിച്ചു അത്? ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉമ്മി ഇഫ്തലതത് നഫ്സഹാ, എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി നബിയേ. ഒരു അസുഖമില്ലായിരുന്നു, ഒരു കുഴപ്പവുമില്ലായിരുന്നു, പെട്ടെന്ന് മരിച്ചുപോയി നബിയേ. എനിക്ക് തോന്നുന്നു നബിയേ, എന്റെ ഉമ്മ ഒരു അസുഖമായി കിടക്കുന്ന കിടപ്പ് ഒരു ദിവസമെങ്ങാനും കടന്നിരുന്നെങ്കിൽ എന്റെ ഉമ്മ വസിയത്ത് ചെയ്യുമായിരുന്നു. മക്കളെ, ഉമ്മാന്റെ സ്വത്ത്, ഉമ്മായുടെ മാല, ഉമ്മയുടെ കാതില, ഉമ്മായുടെ പാദസരം, ഉമ്മയുടെ ആഭരണം പള്ളിക്ക് കൊടുക്കണം, ദീനിന് കൊടുക്കണം. ഇങ്ങനെ എന്തെങ്കിലും എന്റെ ഉമ്മ വസിയത്ത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നബിയേ. പക്ഷേ അതിന് സാധിക്കാതെ എന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ തങ്ങളോട് അവരെ ചോദിക്കുകയാണ്, അയംഫഉഹാ ഇൻ തസദ്ദഖതു അൻഹാ, എന്റെ ഉമ്മാക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ എന്റെ ഉമ്മാക്ക് അത് ലഭിക്കുമോ? എന്റെ ഉമ്മ മരിച്ചുപോയി, ഉമ്മ ചെയ്യാൻ സാധ്യതയുള്ളൊരു നന്മയാണത്, പക്ഷെ ഉമ്മാക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാനത് ചെയ്താൽ എന്റെ ഉമ്മാക്ക് ഉപകാരപ്പെടുമോ എന്ന് ഹബീബായ നബി തങ്ങളോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖാല നഅം, നഅം, തീർച്ചയായും തീർച്ചയായും നിങ്ങളുടെ ഉമ്മാക്ക് അത് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് 6 സ്വഹീഹിന്റെ കിതാബിലുമുണ്ട്, 6 ഗ്രന്ഥങ്ങളിൽ. ഇമാം ബുഖാരി തങ്ങൾ, ഇമാം മുസ്ലിം എന്നിവരുടെ സ്വഹീഹിൽ, ഇബ്നു മാജ, അബൂ ദാവൂദ്, നസായി, തുർമുദി, 4 മഹാന്മാരുടെ സുനനുകളിൽ. ഇനി ഇതിനപ്പുറം എന്ത് വേണം? മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്വതക്കകള് ഇത് ചെയ്യുന്നവർ ചെയ്യുന്നു എന്നല്ലാണ്ട് ഈ ബിദ്അത്ത് കുഫർ എന്ന് പറയുന്ന ആളുകൾ ആരെങ്കിലും അവരുടെ ഉമ്മാക്ക് വാപ്പാക്ക് വേണ്ടി സ്വതക്ക ചെയ്യാറുണ്ടോ? അല്ലാഹു അലം, ചെയ്യാറുണ്ടായിരിക്കാം. പക്ഷേ വലിയൊരു വിഭാഗം തെറ്റിദ്ധാരണയിലാണ്. എല്ലാം ബിദ്അത്താണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് നന്മകൾ സാധാരണക്കാർ തെറ്റാണെന്ന് ധരിച്ചു വെച്ചു പോയിട്ടുണ്ട്. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാമെന്നില്ല, പക്ഷേ അങ്ങനെ ഒരു ധാരണ വന്നു പോയിട്ടുണ്ടോ എന്ന് ഞാൻ പേടിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട നന്മകൾ അത് ചെയ്തു വിട്ടാനുള്ള എല്ലാ തൗഫീഖും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്ര വലിയ നഷ്ടമായിരിക്കും മുഅ്മിനെ. എന്റെ ഉമ്മയുടെ പേരിൽ ഒരു മസ്ജിദ്, എന്റെ ഉമ്മയുടെ പേരിൽ ഒരു മദ്രസ, എന്റെ ഉമ്മയുടെ പേരിൽ ഒരു കിണർ, എന്റെ ഉമ്മയുടെ പേരിൽ ഒരു രോഗിക്ക് ചികിത്സ, എന്തെങ്കിലും ഒരു നന്മ നമ്മൾ ചെയ്യുന്നത് മരിച്ചുപോയവർക്ക് ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പേരിൽ സ്വതക്ക ചെയ്യേ. നമ്മളൊക്കെ ഏത് ഇൽമിന്റെ സദസ്സുണ്ടാവുമ്പോൾ ചെയ്യണം മുഅ്മിനെ, അവരുടെ പേരിൽ സ്വതക്ക ചെയ്യേ. അല്ലാഹു തആല സ്വീകരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. മുത്തനബിയോട് വന്ന് പറഞ്ഞു, ഒരാൾ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്ന അബീ മാത വലം യൂസി, എന്റെ ഉപ്പ ഒരു വസിയത്തും ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ട് നബിയേ. അയംഫഉഹു ഇദാ തസദ്ദഖ്തു അൻഹു. നേരത്തെ ഉമ്മയെ കുറിച്ച് പറഞ്ഞു, ഇവിടെ വാപ്പയെ കുറിച്ച്. എന്റെ വാപ്പാക്ക് വേണ്ടി ഞാൻ ദാനം ചെയ്താൽ അല്ലാഹുവിന്റെ റസൂലേ അത് പകരമാകുമോ? ഉപ്പാക്ക് ഉപകാരം ലഭിക്കുമോ? ഖാല നഅം. മരിച്ചു കിടക്കുന്ന ആള് ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്ത പോലെയുള്ള കൂലി മക്കള് വാപ്പാക്ക് വേണ്ടി ചെയ്താൽ ഇതിന് കൂലിയുണ്ട്. മക്കളെന്ന് മാത്രമല്ല, വറസത്തിന്റെ വിഷയം ഗാലിബിലും അങ്ങനെയാണ്. സാധാരണഗതിയിൽ ഏറിയ കൂറും മയ്യത്തിന്റെ അടുത്ത ബന്ധുക്കളല്ലേ അവർക്ക് വേണ്ടി ചെയ്യൂ. എന്നാൽ അവരല്ലാത്തവര് ചെയ്താലും അവർക്ക് കൂലി കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഈ ഹദീസും കൂടെ വെച്ച് നോക്കണ്ടേ. ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ അയാളെ ചെയ്തത് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇത് ബുഖാരിയിലും മുസ്ലിമും വെട്ടിക്കളയണോ ഈ ഹദീസൊക്കെ? ഇസ്ലാമിന്റെ പ്രമാണങ്ങളല്ലേ ഇതൊക്കെ? സ്വഹാബിയുടെ അമൽ ദീനിന് തെളിവാണ്. പ്രാമാണികരായ പണ്ഡിതന്മാർ അവർ ശരിവെച്ച വിഷയങ്ങൾ തള്ളിപ്പറയാൻ ഒരാൾക്കും പാടില്ല. അഹ്ലു ദിക്റാണത്. പണ്ഡിതന്മാരുടെ മേൽ പണ്ഡിതന്മാരായി നമ്മളൊക്കെ ക്ഷമയാണോ? എത്ര വലിയ അഹങ്കാരമാണത്. ഇനി വരാൻ പോകുന്ന തെളിവുകൾ ഇതിലും കൂടുതൽ നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ചർച്ചയിലേക്ക്, ആഴങ്ങളിലേക്ക് കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ വിഷയങ്ങൾ ഹദീസിനെ ഖുർആൻ അപഗ്രഥനം ചെയ്തത്. നമ്മൾ എപ്പോഴും പറയുന്ന വിഷയം ഇതാണ്. പുത്തനാശയക്കാർ പെട്ടുപോകുന്നത്
ഹദീസിന്റെയും ഖുർആനിന്റെയും പരിഭാഷ വായിച്ചു നിർത്തുമ്പോഴാണ്. ആരെങ്കിലും എഴുതി വെച്ചത് വായിക്കല്ല. പ്രാമാണികമായ ഹദീസിന്റെയും ഖുർആനിന്റെയും ആധികാരികതയുള്ള പണ്ഡിതന്മാർ അവര് രേഖപ്പെടുത്തിയ കിതാബുകളൊന്നും എടുത്ത് പഠിക്കും. വെറുതെയുള്ള യൂട്യൂബ് നോക്കിയിട്ട് അവരത് പറഞ്ഞു, ഇയാൾ ഇത് പറഞ്ഞു, അങ്ങ് നിങ്ങൾ കിതാബ് എടുത്ത് പഠിക്കും. എത്ര വിഷയം, എത്ര എളുപ്പമാണ്. ഈ ഉമ്മത്തിനെ കൺഫ്യൂഷനിലാക്കരുത്, ഉമ്മത്തിനെ കൺഫ്യൂഷനിലാക്കരുത്. ചെയ്യുന്ന നന്മകൾ തിന്മയാണ് എന്ന് മനുഷ്യനോട് പറയുന്ന രീതിയിൽ നന്മകൾ ഇല്ലാതെയാവുന്ന പണി നിങ്ങൾ ചെയ്യില്ലെങ്കിൽ ചെയ്യരുത്. വേണ്ട, ചെയ്യുന്നവര് ചെയ്യുന്നത് പ്രമാണബലമുള്ള ഒരു വിഷയമാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയരുത്. അത്രയും ഞാൻ പറയുന്നുള്ളൂ. വേറെ സംവാദമോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയോ ഒന്നുമല്ല ഇവിടെ വേണ്ടത്. ഒരു സത്യവിശ്വാസി ചെയ്യുന്ന അമലിന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ തെളിവുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ബിദ്അത്ത് എന്ന് പറയല്ല, കുഫർ എന്ന് പറയല്ല, ശിർക്ക് എന്ന് പറയല്ല. നിനക്ക് വേണമെങ്കിൽ ചെയ്തോ, നിനക്ക് തോന്നുന്നു എനിക്ക് വേണ്ട, വേണ്ട, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് ചെയ്യുന്നവരെ സംബന്ധിച്ച് ബിദ്അത്ത് ചെയ്യുന്നു എന്ന് പറയരുത്. ഇതാണ് ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളിൽ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. അത്രയേ വേണ്ടൂ. ഈ പ്രമാണങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഇത് ഇല്ല എന്ന് പറയണം, അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയണം. അതിനുള്ള ധൈര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മയ്യത്തിന് വേണ്ടി നോമ്പ് നോൽക്കണം. റസൂലുള്ളാഹി ഞങ്ങൾ പറയാം, മയ്യത്തിന് നോമ്പ് നിർബന്ധമായ നോമ്പ് കടമായിട്ട് ബാക്കിയായി പോയിട്ടുണ്ടോ? മയ്യത്തിന്റെ അനന്തരാവകാശികൾ, ഉമ്മ നോമ്പൊൽക്കാതെ മരിച്ചിട്ടുണ്ട്, ഉമ്മയുടെ ഒരുപാട് നോമ്പ് ഖളാ ഉണ്ട്, മക്കള് നോമ്പ് നോൽക്കണം. വാപ്പാക്ക് നോമ്പ് ഖളാ ഉണ്ട്, മക്കൾ നോമ്പ് നോൽക്കണം വാപ്പാക്ക് പകരമായിട്ട്. സജ്ജനങ്ങൾക്ക് നോൽക്കാം അവർക്ക് പകരമായിട്ട്. നോമ്പ് വീടും. അപ്പൊ ഒരു മനുഷ്യൻ ചെയ്യുന്നത് മാത്രമേ കിട്ടുള്ളൂ, വേറെ ആര് ചെയ്താലും കിട്ടും. ഈ പറഞ്ഞ ആയത്തിനൊക്കെ ഈ ഹദീസിന്റെ സാരങ്ങൾ കൂടെ മനസ്സിലാക്കിയിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ പരിഭാഷ വായിച്ച് മാത്രം ഇരിക്കാനുള്ളതല്ല. ലിതുബയ്യിന ലിന്നാസ് മാ നുസ്സില ഇലൈഹിം നബിയേ, വിശുദ്ധ വചനങ്ങളുടെ വ്യാഖ്യാനം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം റസൂലേ. അതിന്റെ അർത്ഥം എന്താ? ഹദീസും കൂടെ പഠിക്കണം. ഖുർആൻ പഠിക്കണമെങ്കിൽ ഹദീസ് പഠിക്കണം. ഇതെവിടുന്ന് കിട്ടി? ഖുർആനെന്ന്. ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത് ആരാ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയുന്നതാണ് ഹദീസ്. അതുകൊണ്ട് വിശുദ്ധ വചനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ദുർവ്യാഖ്യാനം നടത്തരുത്. അല്ലാഹു തആല അറിയാതെ ചെയ്തു പോയതും അറിഞ്ഞു ചെയ്തു പോയതുമാണെങ്കിൽ തന്നെയും അല്ലാഹു പുറത്തു തരട്ടെ.